ഹരി ഓം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരി ഓം. രാമായണ മാസത്തിലെ ഈ ഭക്തിസാന്ദ്രമായ സായസന്ധിയിലേക്ക് എല്ലാ പ്രമുഖരെയും യോഗബന്ധുക്കളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രാമായണ പാരായണം എന്ന 6-ാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇന്ന് ഇവിടെ പാരായണം ചെയ്യുന്നത് പ്രമീളാക്ക, രുക്മിണിയക്ക, ഓമന സിക്കയക്ക, വനജ അക്ക, സത്യജിത്തണ്ണൻ എന്നിവരാണ്. ഇതിന്റെ സാരാംശം പറയുന്നത് ഗംഗാക്കയാണ്. ബാക്കപ്പിൽ രമാക്കയും പ്രീജിതാക്കയും ഉണ്ട്. ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണോപദേശം മുതലാണ്. ശോഭിതനായ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുന്നതും ഉപദേശിക്കുന്നതും കൂടാതെ രാമസീതാ തത്വങ്ങളെ പ്രതിപാദിക്കുന്നതുമാണ് ഇന്നത്തെ പാരായണത്തിന്റെ ചുരുക്കം. ഇതിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി പ്രമീളാക്കയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഹരി ഓം അക്ക. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ലക്ഷ്മണോപദേശം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിൽ എപ്പോഴും. എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലുമൊന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യദാനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമല്ലായികിലെന്തിനാൽ എന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. വന്യസന്തപ്ത ലോഹസ്താംബുബിന്ദുനാ സാഭിന്യം സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ. കാലാഹിന പരിഗ്രസ്തമാം ലോകവൂ ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കളത്രാദിസംഗമ
എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയോ എത്രയും ചഞ്ചലമായ സംഗമം ലക്ഷ്മിയുമസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനം പുനരധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം നൃണ അൽപായുസും നിരൂപിക്ക ലക്ഷ്മണ രാഗാതിസങ്കുലമായുള്ള സംസാര ആകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ ഓർക്ക ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു ആദിത്യദേവനുദിച്ചിതു വേഗേന യാദപതിയിൽ മറിഞ്ഞിതു സത്വരം നിദ്രയും വന്നിതു ദയശൈലോപരി വിദ്രുതം വന്നിതും പിന്നെയും ഭാസ്കരൻ ഇത്തം അതിഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതും അറിവില മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടും ജരാനരയും പൂണ്ടു ചീത്തമോഹേന മരിക്കുന്നിതു ചിലർ നേത്തേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നീലമായതൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ ആമകുംബാബു സമാനമായുസ്സുടൻ ഹോമതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഘ്രിയെ പോലെ ജരയുമടുത്തുവെന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹമെന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ത്വങ്മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളോ നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായികന്നറിയുക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നിതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാമവിദ്യയാകുന്നതും ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാമവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു
മോഹൈകഹന്ത്രിയായുള്ളതോ വിദ്യ കേൾ. സംസാരകാരിണിയായതാ വിദ്യയും സംസാരനാശിനിയായതോ വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നോ അറിയുക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമറികടോ. മാതാ പിതൃ ഭ്രാതൃ മിത്രസഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതും പുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമൂലം ദൃഢം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കണം ബുധജനം. ക്രോധമല്ലോ യമനായതും നിർണയം. വൈതരണ്യാഖ്യയാകുന്നതും തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം. സന്തതം ശാന്തിയെ കാമസുരഭി കേൾ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാലൊരു ജാതിയും വര. ദേഹേന്ദ്രിയ പ്രാണ ബുദ്ധ്യാദികൾക്കെല്ലാം ആനന്ദമേലെ വസിപ്പതാത്മാവു കേൾ. ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഘനം. സർവൈവ കാരണം സർവജന്മയം സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം. സർവദാ ചേതസി ഭാവിച്ചുകൊള്ളുക നീ. സാരജ്ഞനായ നീ കേൾ സുഖദുഃഖതം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമാചരിച്ചിടുകെന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ചു നൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളക നീ. മാനമല്ലോ പരമാം പദമാവസ്പദം. സൗമിത്രി തന്നോട് വണ്ണം അരുൾ ചെയ്തു സൗമുഖ്യമോട് മാതാവോട് ചൊല്ലിനാൻ. കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാവല. ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുതാത്മാവിനെ അറിയാതവരെ പോലെ. സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ സർവദാ കൂടി വാഴുന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനി നീ കേവലം. ആശു 14 വനദേശേ വസിച്ചു വരുന്നതുമുണ്ട് ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനിയോടനുഗ്രഹിച്ചിടണം. അച്ഛനെന്നുള്ളിൽ ഒന്നിച്ചിച്ചയെന്നാലതി ഇച്ഛയെന്നുറച്ചിടണം. അമ്മയും ഭർത്തൃകർമാനുകരണമത്രേ പാതിപ്രത്യനിഷ്ഠ വധൂനാമെന്ന് നിർണയം. മാതാവ് മോതാൽ അനുവദിച്ചിടുകിലേതുമേ ദുഃഖമെനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരുന്ന മാനസേ ഖേദം കുറച്ചു വാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും പിന്നെയും മാതൃപദാന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തു സംഗീം ചേർത്താതിരാൽ മൂർത്തിനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലി നാളാശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരുന്നേടിനാൾ. സൃഷ്ടികർത്താവേ വിരിഞ്ഞ പത്മാസന പുഷ്ടതയാപ്തേ പുരുഷോത്തമ ഹരേ. മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്താരി മുമ്പായ ദിക്പാലകന്മാരെ. ദുർഗേ ഭഗവതി ദുഃഖ വിനാശിനി സർഗസ്ഥിതി ലയകാരിണി ചണ്ഡികേ. എന്മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കേട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്നു രക്ഷിച്ചിടുവാൻ നിങ്ങൾ. ഇത്തവർദ്ധിച്ചു തൻ പുത്രനാം രാവനെ ബന്ധപാഠം പുണർന്നുടൻ
ഈരേഴു സംവത്സരം കാനനെ വസിച്ചാരാൽ വരികെന്നനുവദിച്ചിടിനാൾ. ഈരേഴു സംവത്സരം കാനനെ വസിച്ചാരാൽ വരികെന്നനുവദിച്ചിടിനാൾ. തൽക്ഷണേ രാഘവൻ നത്വാ സദഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാൻ അനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലോം. ത്വൽപാദ സേവാർത്ഥമായി നടിയേനും ഇപ്പോൾ വഴിയെ വിടകൊള്ളുവനെന്നുമേ. മോദാലതിനായി അനുവദിച്ചിടണം സീതാപതേ രാമചന്ദ്ര ദയാനിധേ. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലാകിൽ ഏണാങ്കതുല്യാവതനാരെ കൂപതേ. എങ്കിൽ നീ പോന്നുകൊണ്ടാലുമെന്നാദരാൽ പങ്കജലോചനൻ താനും അരുൾ ചെയ്തു. വൈദേഹി തന്നോടു യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗ്രഹം പുക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുത്ഥാനവും ചെയ്ത് കാഞ്ചനപാത്രസ്ഥമായ തോയം കൊണ്ട് വാഞ്ചയാൽ തൃക്കാൽ കഴുകിച്ചു സാദരം. മന്ദക്ഷമുൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൾ. ആരും അകമ്പടി കൂടാതെ ശ്രീപാദചാരേണ വന്നതും എന്തു കൃപാനിധേ. വാരണവീരനെങ്ങു മമ വല്ലഭ ഗൗരാതപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യലങ്കാരവും സാമന്തഭൂപാലരെയും വിരിഞ്ഞതി രോമാഞ്ചമോടെഴുന്നള്ളിയതെന്തയ്യോ. ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വീപതി സുതൻ താനും അരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യ രാജ്യം മമ പുണ്യം വരുത്തുവാൻ താതൻ അറിയികടോ. ഞാനതു പാലിപ്പതിനാശു പോകുന്നു മാനസേ ഖേദമിളച്ചു വാണിടുക. മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിയിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളമാത്തയുണ്ടല്ലോ ഭവാനെ പിതാവിനും. എന്നിരിക്കെ വനരാജ്യം തരുവതിനിന്നു തോന്നിയിടുവാൻ എന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു. സത്യമോ ചൊൽക ഭർത്താവേ വിരവോട് വൃത്താന്തം എത്രയും ചിത്രമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു. രഘുവരൻ തന്നീകുല മൗലി മാലികേ കേൾക്ക നീ. മന്നവൻ കേകേയ പുത്രിയാമമ്മയ്ക്കു മുന്നമേ രണ്ടു വരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിന് അന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ. ഒന്നു ഭരതനെ വാഴിക്കെ എന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും. സത്യവിരോധം വരുമെന്നു തന്നുടെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും. മാതാവിനാശു വരവും കൊടുത്തിതു താതനതു കൊണ്ടു ഞാൻ ഇന്നു പോകുന്നു. ദണ്ഡകാരണ്യേ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീ അതിനേതും മുടക്കം പറ കൊല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ. രാഘവനിത്തം പറഞ്ഞതു കേട്ടൊരു രാഗാശശിമുഖി താനും അരുൾ ചെയ്തു. മുന്നിൽ നടപ്പവൻ വനത്തിനും ഞാൻ മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നിതുചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നു ധരിക്കണം. കാകുൽത്തനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോട് ചൊല്ലിയിടിനാൻ. എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ. ഘോരസിംഹ വ്യാഘ്ര സൂകര സൈരഭി വാരണ വ്യാള ഭല്ലൂക മൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളം ഉണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം. ആരീജനത്തിനെല്ലാം വിശേഷിച്ചും ഒട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടടോ. മൂലഫലങ്ങൾ കഡ്വംള കഷായങ്ങൾ പാലേ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജനാഭൂപന്ന പാനാദി തന്മധു ക്ഷീരങ്ങളില്ലൊരു നേരവും. നിമ്നോന്നത ഗുഹ ഗഹ്വര ശർക്കര ദുർമാർഗമെത്രയും
കണ്ടകാവൃന്ദവും നേരെ പെരുവഴിയും അറിയാവത് അല്ലാരെയും കാൺമാനും ഇല്ലറിഞ്ഞിടുവാൻ. ശീതവാത തപപീഡയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കയിലാർക്കും അറിയികടോ. എന്നുടെ ചൊല്ലിനാൻ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചെന്നാൽ അതിനുടനില്ലൊരു സംശയം. വന്നിടുവൻ 14 സംവത്സരം ചെന്നാൽ അതിനുടനില്ലൊരു സംശയം. ശ്രീരാമ വാക്കു കേട്ടോരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൾ. നാഥ പതിവ്രതയാം ധർമ്മപത്നി ഞാൻ, ആധാരവുമില്ല മറ്റെനിക്കാരുമേ. ഏതുമേ ദോഷവുമില്ല ദയാനിധേ, പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ. നിന്നുടെ സന്നിധൗ സന്തതം വാണിടുമെന്നെ മറ്റാർക്കാനും പീഡിച്ചു കൂടുമോ. വല്ലതും മൂലഫല ജലാഹാരങ്ങ വല്ലഭോച്ചിഷ്ടമെനിക്കമൃതോപമം. ഭർത്താവ് തന്നോട് കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങൾ എനിക്കതും പുഷ്പബാണോപമ നീ വെടിഞ്ഞിടലാം. ഏതുമേ പീഡയുണ്ടാകില്ലെൻ മൂലം ഭീതിയുമേതുമെനിക്കില്ല ഭർത്താവേ. കശ്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു. ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സങ്കടമില്ലേതും. ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നത് സത്യമതിന്നു ഇനിയുമൊന്നു ചൊല്ലിടുവൻ. രാമായണങ്ങൾ പലതും കവിവരമാമോദത്തോടു പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്ന് പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, പ്രാണാവസാന കാലത്തും പിരിയുമോ. എന്നിരിക്കെ പുനരെന്നെയുപേക്ഷിച്ച് തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമൻ പ്രാണപരിത്യാഗവും ചെയ്വ നിന്നു തന്നെ നിന്തിരുവടി തന്നാണേ. എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പൂരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയുണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായി കൊണ്ട് ചെയ്ക നീ ജാനകി ഹാരാദിഭൂഷണമൊക്കവേ. ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വിസുരോത്തമന്മാരെ വരുത്തുകെന്നത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും. വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥമവധിയില്ലാതോളമാതരാൽ സദൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്ക് സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവ് തന്നെ സേവകന്മാരായ ഭൂദേവസത്തന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്കയാൽ ആനന്ദമഗ്നരായി മാനവനായകനാശീർവചനവും ചെയ്തിതു. താപസന്മാരും ദ്വിജന്മാരും പെയ്തിടുന്നിതശ്രുജലങ്ങളും. ജാനകി ദേവിയും അൻപോടരുന്ധതിക്കാനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൾ. ലക്ഷ്മണവീരൻ സുമിത്രയാമമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു തനയനു. പിന്നെയും ഉപദേശവാക്കുമുര ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നു കൊള്ളേണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം.
എന്നെ ജനകാത്മജ എന്നുറച്ചുകൊൾ, പിന്നെ അയോധ്യ എന്നോർത്തിടവിയെ. മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസി ധരിച്ചു കൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയും, തന്നെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമള രമ്യ കളേബരൻ രാഘവൻ, കാമദേവോപമൻ കാമദൻ സുന്ദരൻ, രാമൻ തിരുവടി നാനാജഗദഭിരാമനാത്മരാമൻ അംബുജലോചനൻ, കാമാരി സേവിതൻ നാനാജഗന്മയൻ. താതാലയം പ്രതി പോകുന്ന നേരത്ത് സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നത് കണ്ട് ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാൾ. ഹരിയോം. കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യഹ, കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാകണ്ടക നിമ്നോന്നതയുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപത്മത്തിനു കാഠിന്യമേകുന്ന മുഗ്ധ മൃദൂതര സിഗ്ധപാദങ്ങളാൽ നിത്യം വനാന്തേ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വീശ ചിത്തം കഠോരമത്രേ തുലോം. പുത്രവാത്സല്യം ദശരഥൻ തന്നോളം മർത്യരില്ലാർക്കുമില്ലിന്നലെയോളവും. ഇന്നിത് തോന്നുവാൻ എന്തൊരു കാരണമെന്നതോ കേട്ടുടൻ ചൊല്ലിനാനന്യനും. കേകയ പുത്രിക്കു രണ്ടു വരം നൃപനേകിനാൻ പോലതോ കാരണം രാഘവൻ. പോകുന്നിതു വനത്തിനു ഭരതനും വാഴ്കെന്നു വന്നു കൂടും ധരാമണ്ഡലം. പോകനാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞു പൊറുക്കുമോ. ഇപ്രകാരം പുരവാസികളായുള്ള വിപ്രാദികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തന്നോട് സാമോദമേവമരുൾ ചെയ്തിതന്നേരം. രാമസീതാ തത്വം. രാമനെ ചിന്തിച്ചു ദുഃഖിയായിക്കാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവീനേവരും. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു, താമരസാക്ഷനാമാദിനാരായണൻ. ലക്ഷ്മണനായത് അനന്തൻ ജനകജാ ലക്ഷ്മി ഭഗവതി ലോകമായ പര. മായാഗുണങ്ങളെത്താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്യപ്രധാനനായി ഭക്തപാരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വര. ആദ്യനജൻ പരമാത്മാവു സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ ത്രിജാവല്ലഭൻ സംഹരിക്കുന്നതും. വൈവസ്വതമനോ ഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെയെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തതീ രാഘവൻ. പാദോ നിധിമതനെ പണ്ടുമന്തരം പാതാളലോകം പ്രവേശിച്ചതു നേരം. നിഷ്ഠുരമായൊരു കൂർമാകൃതിയും പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ദൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിൽ മേളിച്ചതും കാരണ പുരുഷനാകുമീ രാഘവൻ. നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഖങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശം പ്രഭാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ. പുത്രലാഭാർത്ഥമതീതിയും ഭക്തി പൂണ്ടർത്തിച്ചു സാദരമർച്ചിക്ക കാരണം. എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി. ഭക്തനായൊരു ഭക്ത മഹാബലിയോട് ചെന്നർത്തിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനും ഇവൻ. ധാത്രീ സുരദ്വേഷികളായി ജനിച്ചൊരു ധാത്രീ പതികുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാം ഇവൻ. ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുധാവരനായി പിറന്നിടിനാൻ.
സ്ത്രീഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രി ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാത്ത വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമൻ അവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നതിനതിൻ കാരണം മന്ധരയല്ല കൈകേയി എല്ലാരും ഭൂമിക്കാക രാജാവുമല്ലല്ലോ ഭ്രമിക്കാക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവി ജനകജ സൃഷ്ടിസ്ഥിതി ലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടിതിനിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ ദാനോമരുൾ ചെയ്തു. നർത്തഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിനെല്ലാവരും. രാമനെ ചിന്തിച്ചു ദുഃഖിക്കായാരുമേ രാമരാമേതി ജപിപ്പിനെല്ലാരുമേ. സിദ്ധിക്കയില്ലതേ അല്ല കൈവല്യവും സിദ്ധിക്കുമേവനും എന്നതു നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാത്ത നിഷ്കളൻ നിർഗുണനാത്മാരഘുത്തമൻ ന്യൂനാതിരേക വിഹീനൻ നിരഞ്ജനാനന്ദപൂർണനന്ദനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു. ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നേടിനാൻ ഭൂതലെ. പങ്ക്തിരഥാഭീഷ്ടസിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായവതരിച്ചിടിനാൻ ബാലീശന്മാരെ മനുഷ്യരായ ഈശ്വരൻ. രാമവിഷയമീ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം. വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാതിഥിയിൽ മുഴുകിനാരേവരും. രാമസീതാരഹസ്യം മുഹൂരി ദൃശമാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കലുറച്ചൊരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാവവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരായെന്നോർത്തു ഞാൻ. രാമതത്വം പരമോപദേശം ചെയ്തു താപവും തീർന്നിതു പൗരജനങ്ങൾക്കു താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി. അടുത്തത് വനയാത്ര. രാമം തപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം ഏതദ്ധി രാമായണം. കായേന വാചാ മനസേന്ദ്രിയൈവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വരഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരി ഓം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോണത് ലക്ഷ്മണോപദേശാണ്. സത്യം പറഞ്ഞാല് ഈ നല്ലൊരു ഗുരുപൂർണിമ ദിവസമാണ് നമ്മൾ ലക്ഷ്മണോപദേശവും കേൾക്കുന്നത്. അപ്പോ ആ ഗുരു പരമ്പരയുടെ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടി നമുക്ക് ശ്രീരാമേന്ദ്രസ്വാമി ലക്ഷ്മണന് എന്ത് ഉപദേശമാണ് കൊടുത്തത് എന്ന് എനിക്ക് മനസ്സിലായ ഭാഗം ഞാൻ അതേപോലെ പറയുകയാണ്. ഒരുപാട് ക്ഷമിക്കണം, അത്ര വലിയൊരു വ്യാഖ്യാനമൊന്നും അറിയില്ല, എന്നാലും ഉള്ള മനസ്സിലായതത്ര പറയാം. ലക്ഷ്മണൻ ഇവിടെ ഭയങ്കര ദേഷ്യം വന്നിരിക്കുകയാണ്. എന്തിനാണ്? ശ്രീരാമന്റെ അഭിഷേകം മുടങ്ങുമെന്ന് അറിഞ്ഞപ്പം അത്യധികം ക്രോധാണ്. അപ്പൊ ആ ക്രോധത്തോടെ നിന്ന ലക്ഷ്മണനെ ശ്രീരാമേന്ദ്രസ്വാമി ആ ക്രോധം തണുപ്പിച്ച് ഉപദേശം കൊടുക്കുകയാണ്. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. ആദ്യം എന്ത് ചെയ്തിരിക്കണു? സൗമിത്രേന്ന് വിളിച്ചു. എന്താ സൗമിത്രേന്ന് വിളിക്കാൻ കാര്യം? സൗമിത്ര, സുമിത്ര ഒരു വളരെയധികം ഒരു പക്വതയുള്ള ഒരു സ്ത്രീരത്നായിട്ടാണ് നമ്മൾ ഈ രാമായണ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ആ സുമിത്രയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടത് ഈ ലക്ഷ്മണന്റെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. അപ്പം നമ്മൾ പറയാറില്ലേ, ഒരാളിപ്പം നമ്മള് ഒരു കാര്യം പറയണത് കേൾക്കണം എന്നുണ്ടെങ്കിൽ ആ കേൾക്കേണ്ട ആ ആളുടെ മനസ്സാദ്യം ശരിയാവണം.
ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങളിൽ വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് ചിന്തകളിലോ ഇരിക്കുന്ന എന്നോട് ഇപ്പൊ ഒരാളെ എന്തൊക്കെ പറഞ്ഞാലും അതിപ്പോ ഇങ്ങനെ കലത്തിന്റെ മുകളിൽ വെള്ളം ഒഴിക്കണ കാര്യമാവും കമത്തി വെച്ചിട്ട് അല്ലെ, അത് ഉള്ളിലേക്ക് പോവില്ല. പക്ഷെ ഇത് ലക്ഷ്മണനെ മനസ്സിലാക്കണം എന്ന് ശ്രീരാമേന്ദ്രസ്വാമിക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ പറഞ്ഞു, സൗമിത്രേന്ന് വിളിച്ചു. അപ്പൊ തന്നെ പകുതി ഇതായി, അതായത് ക്ലീനായി, മനസ്സ് ക്ലീനായി, മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ടു. എന്നിട്ടാണ് പറയണത്, മത്സരാദ്യം വെടിഞ്ഞ് എന്നോട് വാക്കുകൾ. നിന്റെ മനസ്സിൽ മത്സര ബുദ്ധിയൊന്നും വേണ്ട. എന്താ വെച്ചാ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പോവാണ്. അപ്പൊ ആ ഉള്ളിലുള്ള മാലിന്യങ്ങള് അത് എന്തുമാവാം, ചിലപ്പോ ദേഷ്യാവാം, ചിലപ്പോ സങ്കടാവാം, ചിലപ്പോ അഹങ്കാരാവാം, അസൂയാവാം, എന്താവാം, അതിനൊക്കെ എടുത്ത് പുറത്ത് കളയണം. അങ്ങനെ പുറത്ത് കളഞ്ഞിട്ട് വേണം ഉപദേശം കൊടുക്കാൻ. അപ്പൊ അങ്ങനെ കൊടുത്താലേ ആ ഉപദേശം ഉള്ളിലേക്ക് എത്തുള്ളൂ. അപ്പൊ എന്നിട്ട് എന്ത് വേണം, എന്റെ വാക്ക് കേൾക്കുക, വെടിഞ്ഞ് എന്നോട് വാക്കുകൾ കേൾക്കണം. എന്തൊക്കെ പറയുന്നുണ്ട്, പറഞ്ഞു, നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നു മുന്നമേ ഞാൻ. ലക്ഷ്മണന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. അതായത് ലക്ഷ്മണന് എന്നെ അല്ലാണ്ട് വേറൊരാളെ അംഗീകരിക്കാൻ പറ്റില്ല. എന്നെ അത്രയ്ക്ക് ഇഷ്ടാണ്. എന്റെ അത്ര സ്നേഹം വേറൊരാളോടില്ല. ഇതൊരു പരമാർത്ഥ തത്വമാണ്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ലക്ഷ്മണ. എനിക്കറിയാം നിനക്ക് എന്നെ കുറിച്ചുള്ള ആ ഒരു സന്തോഷം. പക്ഷേ വേറെ അടുത്ത വരികളിൽ അങ്ങോട്ട് നിനക്ക് സാധ്യമല്ലാത്ത ഒരു കാര്യവും ഇല്ല, അതും എനിക്കറിയാം. നീ ആരാണെന്നതും, ലക്ഷ്മണൻ അനന്തന്റെ അവതാരാണല്ലോ, അതൊക്കെ ഭഗവാൻ അറിയാം. ഭഗവാൻ പറയുന്നുണ്ട് ഇതൊക്കെ എനിക്കറിയാം. പിന്നെ പറയണ്ട ദൃശ്യമായുള്ള രാജ്യദേഹാദിയും, അവിടെയാണ് പറയണത് ദൃശ്യവും ദൃഷ്ടാവും, അതായത് കാണുന്ന ആളും കാണപ്പെടുന്ന വസ്തുവും. അപ്പോ ദൃഷ്ടാവ് എന്നത് സത്യാണ് അല്ലെ, അത് ഉള്ളിലിരുന്ന് ഇങ്ങനെ കാണുകയാണ്, അത് സത്യാണ്. അപ്പൊ കാണുന്നതും കേൾക്കുന്നതും വാസനിക്കുന്നതും ഈ ദൃഷ്ടാവ് കാണുന്നതൊക്കെ, ദൃശ്യങ്ങളൊക്കെ ഭ്രമമാണ്. കാണുന്ന വസ്തു, ആ ദൃശ്യം ഭ്രമമാണ്, മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എന്നിട്ട് പറയാണ് രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യ ധനാദി, എല്ലാ കാര്യങ്ങളും ഇവിടെയുള്ള നിന്റെ മനസ്സിൽ ഇപ്പൊ എന്താ, അച്ഛനെ ബന്ധിക്കണം, ഭരതനെ മാറ്റണം, എനിക്ക് ഈ രാജ്യം തരണം എന്നൊക്കെ. ഇങ്ങനെയൊക്കെ വരണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം, നമുക്ക് ആരോഗ്യം ഉണ്ടാവണം, ആയുസ് ഉണ്ടാവണം, ഇതൊക്കെ വേണം. എനിക്കിതൊക്കെ എത്ര കാലം അനുഭവിക്കാൻ പറ്റുന്ന നിനക്ക് എങ്ങനെയാ അറിയാ? രാജ്യം, ദേഹം, വിശ്വം, ഇതൊക്കെ എത്ര കാലം ഉണ്ടാവുന്ന എങ്ങനെയാ നിനക്ക് മനസ്സിലാവണത്? നീ കഷ്ടപ്പെട്ട് നേടുന്ന ഇതൊക്കെ എല്ലാ കാലവും നിലനിൽക്കാൻ പോവുകയാണെങ്കിൽ നീ പറയുന്ന പോലെ എനിക്ക് നേടിത്തന്നാൽ ഞാന് ആഗ്രഹിക്കുന്നിടത്തോളം കാലം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാനും സമ്മതിക്കും. പക്ഷെ അത് അങ്ങനെ സംഭവിക്കില്ല എന്ന്, സത്യമെന്നാകിലേ തത്പ്രയാസം തവ യുക്തം, അതല്ലെങ്കിൽ എന്തിനാ ഫലം? അങ്ങനെ ഒരു കാര്യം സത്യമല്ല. അപ്പൊ പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്താ കാര്യം? അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോണില്ല. അപ്പൊ ഓടി നടന്ന് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്ത് നേടിയെടുത്ത കാര്യം എത്ര കാലം അനുഭവിക്കും? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചലം എന്ന് പറഞ്ഞു, കൊള്ളിയം മിന്നണമാതിരി അത്ര. അനുഭവിക്കുമ്പോ തോന്നും അങ്ങനെ കുറക്കാലം അനുഭവിക്കാൻ പറ്റുന്നു. എന്നിട്ട് നമ്മൾ കുറക്കാലം കഴിഞ്ഞ് അയ്യോ ഇത്രയൊക്കെ ജീവിച്ചു തീർത്തോ, ഇത്രയൊക്കെ ഞാൻ നടന്നു വന്നോ, ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായോ എന്നാണ് നമ്മൾ ചോദിക്കുക അല്ലെ? പലപ്പോഴും അങ്ങനെ പറയാറില്ലേ? അപ്പം ഇവിടെയും പറയുന്നുണ്ട്, വന്യസന്തപ്ത ലോഹാന്ത, ഒരു ചുട്ടു പഴുത്ത് നിൽക്കുന്ന ലോഹത്തിന്റെ മുകളില് ഒരു തുള്ളി വെള്ളം വീണ എന്താ ഉണ്ടാവുക? അമ്പുബിന്ദുന, എത്ര നേരം നിൽക്കും? ഇതേപോലെയാണ് അത്രേ നമ്മളുടെ ശരീരം. ക്ഷണഭങ്കുരം, മർത്യജന്മം ക്ഷണഭങ്കുരാണ്, പെട്ടെന്ന് തീർന്നു പോകും. ഇത് കാലാകാലം നിൽക്കണ സാധനമൊന്നുമല്ല. ഇന്ന് നമ്മൾ ഒരാളെ കാണും, നാളെ കാണുമെന്ന് അറിയില്ല. പൂന്താനം നമ്പൂരി പാടിയില്ലേ, എന്താണ്? കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നും വരുത്തുന്നതും ഭവാൻ എന്ന് പാടിയില്ലേ? അതന്നെ കാര്യം. അപ്പൊ നമുക്ക് നിശ്ചല്യ ഇത് എത്ര കാലം ഈ ജീവൻ ഇതിനുള്ളിൽ ഉണ്ടാവുന്ന നമുക്ക് ക്ഷണഭങ്കുരാണ്.
പിന്നെ ഭഗവാൻ പറഞ്ഞു ചക്ഷുശ്രവണം. ചക്ഷുശ്രവണം എന്ന് പറഞ്ഞാൽ പാമ്പ്. അതായത് നമ്മുടെയൊക്കെ ചെവിയുടെ സ്ഥലത്താണ് പാമ്പിന്റെ കണ്ണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? പാമ്പിന്റെ കണ്ണ് ഇവിടെയാണ്. അപ്പൊ എന്താ ഉണ്ടാവണേ? അതിനാണ് ചക്ഷുശ്രവണം എന്ന് പറഞ്ഞത്. ഈ പാമ്പ് ഒരു എന്താ പറയാ ഗളസ്ത, അതിന്റെ വായിലകപ്പെട്ട ദുർധരം തവള. അപ്പൊ പാമ്പ് ഒരു തവളേനെ പിടിച്ചു വെച്ചോളൂ. പാമ്പ് ഒരു തവളേനെ പിടിച്ചിട്ട് അതിന്റെ പകുതി തവളേന്റെ വായിന്റെ ഉള്ളിലാണ്, അല്ല സോറി പാമ്പിന്റെ വായിന്റെ ഉള്ളിലാണ് തവളേന്റെ പകുതി. എന്നാൽ ഈ തവളേനെ ശ്രദ്ധിച്ചു വെക്കോളൂ, ഏതെങ്കിലും ഒരു പ്രാണി അടുത്തു കൂടെ പോയാൽ നാവ് കാണിക്കും പുറത്തേക്ക്, അതിനെയും പിടിക്കാൻ വേണ്ടിയിട്ട്. അതേമാതിരിയാണ് നമ്മുടെ കാര്യവും. ഏതു നിമിഷവും ഈ ജീവൻ ഇതിനകത്തുനിന്ന് പോകുമെന്നറിഞ്ഞാൽ പോലും ഈ ഭക്ഷണത്തിന് വേണ്ടി കരയുന്ന തവളയെ പോലെ മരണത്തിന് മുന്നിൽ നമ്മൾ എന്താ എനിക്ക് കിട്ടുക എന്ന് ചിന്തിക്കുന്നവരാണ് മനുഷ്യര്. അപ്പം കാലഹീന, കാലമാകുന്ന ഈ പാമ്പ് അതിന്റെ വായിലാണ്, അതിന്റെ നമ്മളെന്താ പറയാ പരിഗ്രസ്തമാം ലോകം, അതിന്റെ വായിലാണ് ഇരിക്കുന്നത് നമ്മളുടെ കാര്യം. എന്നാ കൂടി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് നമ്മുടെ ചിലപ്പോ കാൽഭാഗം, ചിലപ്പോ അരഭാഗം, ചിലപ്പോ മുക്കാഭാഗം പാമ്പിന്റെ വായിലായിരിക്കും. പക്ഷെ അവിടെ നമ്മൾ എന്താ നമുക്ക് ഇനി കിട്ടുക എന്നാണ് ആലോചിക്കുക. അപ്പം ആലോല ചേതസ്, അവിടെയും നമ്മളുടെ ചഞ്ചലമായ മനസ്സ് സുഖഭോഗങ്ങളെ തേടിക്കൊണ്ട് നടക്കും. അപ്പൊ ഒരിക്കലും തീരാത്ത ആഗ്രഹങ്ങൾക്ക് പുറകെ മനുഷ്യൻ ഇങ്ങനെ ഓട്ടി നടക്കുകയാണ്. ഇത്രയൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? പുത്ര മിത്ര അർത്ഥ കളത്രാദി സംഗമം എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുത്രമിത്ര അർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതം ഓർക്ക നീ. ഇതൊക്കെ അല്പകാലത്തേക്കേ ഉള്ളൂ. എല്ലാവരുടെയും ചിന്ത ചെറുപ്പം മുതല് എന്താ ജീവിത ലക്ഷ്യം എന്ന് ചോദിച്ചാല് ജോലി വേണം. ജോലിയോട് വലിയ ആത്മാർത്ഥത ഉണ്ടായിട്ടാ? അതൊന്നല്ല. നല്ല ജോലി, നല്ല പൊസിഷൻ, നല്ല പൈസ, ഭയങ്കര സ്റ്റാറ്റസ്, അതിനോടൊക്കെയാണ് കമ്പം. അത് നേടിക്കഴിഞ്ഞാലോ നല്ല കുടുംബം, നല്ല സ്ഥലത്തുനിന്ന് വിവാഹം കഴിക്കുക, പിന്നെ നല്ല മക്കള്. ഇതാണ് പുത്ര അർത്ഥ കളത്രം. കുട്ടികള്, പണം, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. ഇതൊക്കെ എത്ര കാലം? അല്പകാലസ്ഥിതം, വളരെ കുറച്ച് കാലത്തേക്ക്. എത്ര പെട്ടെന്ന് അതൊക്കെ കഴിയാന്നറിയോ? അതൊക്കെ തോന്നലാണ്. പിന്നെ ഒരു ഉദാഹരണം പറയുന്നുണ്ട് അവിടെ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി. നമ്മൾ പണ്ടൊക്കെ ഒരു ഗ്രാമത്തിൽ നിന്ന് വേറെ ഗ്രാമത്തിലേക്ക് നടന്നാണ് പോവുക. അപ്പൊ രാത്രി ആവണ സമയത്ത് പൊതിച്ചോറൊക്കെ കെട്ടിയിട്ടാണ് പോവുക, ഭക്ഷണമൊക്കെ ആക്കിയിട്ട്. അപ്പൊ രാത്രി ആവുമ്പോ തങ്ങണ സ്ഥലമാണ് പെരുവഴി അമ്പലങ്ങള്. അപ്പൊ പെരുവഴി അമ്പലത്തില് കുറെ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും, അവിടുന്ന് ഇവിടുന്ന് വരുന്ന ആൾക്കാരുണ്ടാവും. എല്ലാവരും ഒന്നിച്ചിരിക്കും, ചിലപ്പം സംസാരിക്കും, ഭക്ഷണം കഴിക്കും. എന്നിട്ട് അവര് ക്ഷീണിതരായി അവര് കടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ ആവുമ്പോ എല്ലാവരും നാനാ സ്ഥലത്തേക്ക് ഒഴുകിപ്പോവല്ല സോറി എണീറ്റ് പോവും അവരവരുടെ ഇതിലേക്ക്. അടുത്ത സെന്റൻസും കൂടെ ആലോചിച്ചു മനസ്സിൽ, അതുകൊണ്ടാ പറഞ്ഞത്. അതേമാതിരി തന്നെയാ പറയുന്നത്. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെ നദി കൂടെ ഒഴുകുകയാണ്. കുറെ തടിക്കഷ്ണങ്ങൾ ഇങ്ങനെ ഒന്നിച്ചൊഴുകി പോവുക. കുറെ എത്തുന്ന സമയത്ത് കുറെ തടിക്കഷ്ണങ്ങൾ അതിയൊക്കെ ഒഴുകിപ്പോവും. അപ്പൊ ഇതൊക്കെ, ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു തന്നത് എന്തിനാ പറഞ്ഞു കൊടുക്കണത് ലക്ഷ്മണന്? ഇതുപോലെ നമ്മളുടെ ഈ ജീവിതത്തില് നമുക്ക് കിട്ടുന്ന സുഖഭോഗങ്ങള്, ഇപ്പൊ കുട്ടികളാണ് ചോളൂ, കുട്ടികൾ നമ്മളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാവുമോ? ഇല്ല. അവരൊരു പ്രായം അപ്പൊ അവരവരുടെ ഇതിൽ പോകും. നമ്മള് കുട്ടികളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് പോകാൻ പറ്റുമോ? നമുക്ക് ചില സ്ഥലങ്ങളിലൊന്നും എത്തിപ്പെടാൻ പറ്റില്ലേ, അവിടെ ഒന്നും ജീവിക്കാൻ പറ്റില്ലേ? അപ്പം ഇങ്ങനെയാണ് ഈ ഒരുമിച്ചിരിക്കുക, കുടുംബമായിട്ടിരിക്കുക, അതൊക്കെ പറയുന്ന വളരെ കുറച്ച് കാലം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും മുഴുവൻ നമുക്ക് സംഭവിക്കുന്നതല്ല. ഒരു പ്രായം കഴിഞ്ഞാൽ മക്കളും പറയും കുറച്ച് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾ അങ്ങോട്ട് പോവാണ്, ഞങ്ങൾ ഇങ്ങനെ ചെയ്യാണ്. അപ്പൊ നമ്മൾ വേണ്ട പറയോ? ഒരിക്കലും പറയില്ല. അപ്പൊ എല്ലാ സംയോഗങ്ങളും അത് ഒരു വിയോഗത്തിലേക്കാണ് പോവുക. അച്ഛനും അമ്മയും കാലാകാലം നമ്മളുടെ കൂടെ ഉണ്ടാവുമോ? ഇല്ല. അച്ഛനും അമ്മയും ഒരു കാലം കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഈ ഒരു സംഘം, അതായത് എൻ്റെ മക്കള്, ഭർത്താവ്, ഭാര്യ, അതൊക്കെ ഒരു ഒട്ടലാണ്. അപ്പൊ ഈ ചിന്ത മനസ്സിൽ എങ്ങനെയുള്ള ചിന്ത വരണം? ഇതൊക്കെ ക്ഷണപ്രഭാ ചഞ്ചല, ഇത്ര കാലത്തെ ഉള്ളൂ എന്ന് മനസ്സിൽ അങ്ങോട്ട് വിചാരിച്ചാല്
ഈ ഒട്ടൽ ഒഴിവാവും. ഒട്ടൽ ഒഴിവായ എന്താ ഉണ്ടാവുക? നമുക്ക് നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കാനും സേവിക്കാനും പറ്റും. നമുക്ക് വേറെ ചിന്തയൊന്നും അന്നേരം ഉണ്ടാവില്ല. അപ്പൊ നമ്മളുടെ സേവനം അത്ര മഹത്തരമായിരിക്കും, നമ്മളുടെ കാര്യങ്ങളും വളരെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ മക്കളെയൊക്കെ നമ്മൾ വളർത്തും, ഒട്ടിപ്പിടിക്കാണ്ട് വളർത്തും, അല്ലെ? അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞ് പറയുന്നുണ്ട്, ലക്ഷ്മിയും അസ്ഥിരം. പണം ഒന്ന് കൊറോണ കാലത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കി അവർക്ക് ദിവസവും അത് ഡബിൾ ചെയ്ത് ട്രിപ്പിൾ ചെയ്ത് ഇങ്ങനെ വരികയായിരുന്നു. കൊറോണ ഇങ്ങോട്ട് വന്നപ്പോ എന്താ ഉണ്ടായത്? ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് പൈസക്കാരായിരിക്കും. എന്താ വെച്ചാൽ അവർക്ക് ഇരട്ടിപ്പിക്കാൻ പിന്നെ പറ്റുന്നില്ലല്ലോ, ഒരു വഴിയില്ലല്ലോ, ആകെ എല്ലാം സ്റ്റാൻഡ് സ്റ്റിൽ ആയില്ലേ. അപ്പൊ അങ്ങനെ പണത്തിന്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെ. പിന്നെ യൗവനം എപ്പോഴും ഉണ്ടാവുമോ? വേണമെങ്കിൽ നമുക്ക് കുറച്ച് കളറൊക്കെ അടിച്ച് കുറച്ച് ഡൈ ഒക്കെ ചെയ്ത് ഇങ്ങനെ ആക്കാൻ പറ്റും. പിന്നെ മുഖത്ത് ചുളിവൊക്കെ വരും, അപ്പൊ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇടാം. എന്നാലും പുനരധ്രുവം, അതൊന്നും മറയ്ക്കാൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കഴിയില്ല. അതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സ്വപ്ന സമാനം കളത്ര സുഖം എന്നും പറയുന്നുണ്ട്. ഇനി രണ്ടുപേർക്കും ശാരീരിക സുഖം, അതും സ്വപ്ന സ്വഭാവം. അതായത് ചിന്തയിൽ മാത്രമാണ് ഈ സുഖമൊക്കെ. അപ്പം അല്പം ആയുസ്സും ഓർക്ക് ലക്ഷ്മണ, ഇതൊക്കെ നീ ആലോചിക്കണം, ഇതൊക്കെ നീ ചിന്തിച്ചേ മതിയാവുള്ളൂ. അപ്പൊ ആസ്വദിക്കാൻ ആയുസ്, ആരോഗ്യം, മനസ്സമാധാനം ഒക്കെ വേണം. ഇതൊന്നും ഈ ലോകത്ത് സ്ഥിരല്ല. രാഗാദി സങ്കുലമായുള്ള സംസാരമാണ്. അപ്പൊ ഈ സന്തോഷം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ സ്വപ്നം കാണും പോലെയുള്ളൂ. ഗന്ധർവ നഗരത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഓർക്ക ഗന്ധർവ നഗര സമമിതിൽ. ഗന്ധർവ നഗരത്തില് എന്ന് പറഞ്ഞാൽ ഒരു ഭാവനാലോകാണ് കേട്ടോ. ആ നഗരത്തില് മൂർഖന്മാർ എന്താ ചെയ്യാ? അതായത് വിഡ്ഢികളായ മനുഷ്യരെന്ത് ചെയ്യും? നിത്യവും അവരെന്താ വിചാരിക്കുക? ഈ ഒരു സംഗതി എപ്പോഴും തുടർന്നു പോവാനുള്ളതാണ്, നമുക്ക് ഇവിടെ ഇങ്ങനെ ഭയങ്കര ഗംഭീരായിട്ട് ജീവിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ മൂർഖന്മാർ, വിഡ്ഢികളായിട്ടുള്ള മനുഷ്യരെങ്ങനെ ജീവിക്കും. ഇനി എന്താ ചിന്ത? ഇങ്ങനെ ജീവിക്കുന്ന സമയത്തോ ആദിത്യദേവൻ ഉദിച്ചിതു വേഗേന ആദപതിയിൽ മറഞ്ഞിതു സത്വരം. അപ്പത്തേക്ക് അതാ രാവിലെയായി. നമ്മള് ഇങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു കുറച്ച് സമയമുള്ളൂ, അപ്പോഴത്തേക്ക് അടുത്ത ദിവസമായി, രാവിലെയായി. രാവിലെയായ സ്ത്രീകളൊക്കെ എന്താ പ്രഭാത ഭക്ഷണം എന്താണ്, ഉദരപൂരണാണ്, രാത്രി എന്താ, ഉച്ചയ്ക്ക് എന്താ, രാവിലെ എന്താ എന്ന് പറഞ്ഞ ആ ഒരു അങ്ങനെ ഒരു കടല് പോലെ മറിഞ്ഞു പോവാണ്. ഈ ജീവിതം അങ്ങനെ ഓടി ഒഴുകി പോവാണ്. ഇനി അപ്പോഴത്തേക്ക് രാത്രിയായി, നിദ്ര വന്നു, വിദ്രുതം വന്നു, പിന്നെയും ഭാസ്കരം, പിന്നെയും എന്താ പറയാ സൂര്യൻ ഉദിച്ചു. ഒരു മാറ്റവും ഇല്ല. ആയുസ് കുറയാണ്. പാമ്പിന്റെ വായില് ഇരിക്കണ തവളേനെ മാതിരിയാണ്. ചിത്തയെ വിചാരിപ്പതില്ല. നമ്മള് കാലമക്കും അറ്റു, നമ്മളിനി മരിച്ചു പോവും, വാർദ്ധക്യം വരും, മരിച്ചു പോവും. ഇതൊന്നും നമ്മളുടെ മനസ്സിൽ കൂടി പോവുകയില്ല. എന്നിട്ട് ചീർത്ത മോഹം കൊണ്ട് നമ്മളിങ്ങനെ മരണത്തിലേക്ക് പോവും. എന്താ പറയാ, ഒരു കാര്യവും പൂർത്തീകരിക്കപ്പെടാതെ, ഒരു സമാധാനവും ഇല്ലാതെ ഈ മരണത്തിലേക്ക് നമ്മൾ പോവും. അവിടെയും പൂന്താനം പറഞ്ഞുല്ലോ, വന്നുവല്ലോ തിരുവോണം, എന്തായിരുന്നു മറന്നുപോയി, വന്നു വിഷു എന്നും കുംഭമാസത്തിലാണല്ലോ നമ്മുടെ ജന്മനാളും. ആ വരികളൊക്കെ വളരെ നമ്പൂതിരി നമുക്ക് പറഞ്ഞു തന്നു. അപ്പം ഈ മായാലോകത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഇങ്ങനെ പോവും. അതേ സമയത്ത് സത്യസ്വരൂപനായ ഭഗവാനാണ് ഇതിനുള്ളിലിരുന്ന് ഈ കളിയൊക്കെ നമ്മളെ കൊണ്ട് കളിപ്പിക്കുന്നത് എന്ന വിദ്യ മനസ്സിലാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കുറച്ചൊന്നടങ്ങും. ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ആമകുംഭാംബു സമാനമായുസ്സുടൻ ഭൗമതേതും ധരിക്കുന്നതില്ല ആരുമേ. ആമകുംഭം എന്ന് പറഞ്ഞാൽ നമ്മള് ചൂളയിലിടുമല്ലോ ഈ
കലം ചൂളയില് ചുട്ടെടുക്കുമല്ലോ. അപ്പൊ അതില് നല്ലോണം വേവാത്ത പാത്രമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം നിറച്ചാൽ എന്ത് ചെയ്യും? അത് വേഗം പൊട്ടിപ്പോവും. അതേപോലെയാണ് നമ്മുടെ ശരീരം. ഈ കുടം പോലെ എന്താ പറയാ ഉള്ള ശരീരം, ഇതിന് നമ്മൾ എന്തിനാണ് ഇത്ര അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നമ്മൾ എന്തിനാ ഇത്ര അധികം ഇതിന്റെ പിന്നാലെ ഓടി നടക്കുന്നത്? രോഗങ്ങൾ വരും ശത്രുക്കളെ പോലെ ദേഹം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ജരാനര വരും, മൃത്യുവും വരും. ഇതൊക്കെ പാർത്ത് നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. അപ്പൊ നമുക്കെന്താണ്? നമ്മുടെ ഈ ദേഹം കൊണ്ട് നമുക്ക് ഇങ്ങനെ അഹംബുദ്ധി. ആരാണ്? ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം ഹം ബ്രാഹ്മണ, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ ആഢ്യനാണ് എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ഇങ്ങനെ അഹങ്കരിക്കും. അപ്പോഴോ ജന്തുക്കൾ ഭക്ഷിച്ച് പോണ സമയത്ത് എന്താ ഉണ്ടാവാന്നറിയോ? എവിടെയെങ്കിലും വീണ് ചാവുകയാണെങ്കിൽ, ഇപ്പൊ നടന്നിങ്ങനെ പോവാ, പണ്ടത്തെ കാലമാണല്ലോ പറയണേ, കാട്ടുകൂടെ നടന്നു പോവാ, എവിടെയോ വീണ് ചത്തുവെച്ചാൽ എന്താ ഉണ്ടാവുക? നമ്മുടെ ശരീരം ഏതൊക്കെയോ ജന്തുക്കൾ തിന്ന് കാട്ടിച്ച് കളയും നമ്മുടെ ശരീരത്തിനെ. ഇനി അതല്ല, നല്ലൊരു മരണം സംഭവിച്ചു, അതാണെങ്കിലോ വെണ്ണീറായിട്ട് പോവും. ഇനി അതല്ല, കുഴിച്ചിടുകയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃമിയായിട്ട് പോവും. അപ്പോ ഇങ്ങനെയുള്ള ഈ ദേഹത്തിനോട് എന്തിനാ മഹാമോഹം നമുക്ക്? അതിന്റെ ആവശ്യം എന്താ? ത്വക്ക്, മാംസം, രക്തം, അസ്ഥി, മലം, മൂത്രം, രേതസ്, ഇത് നിറഞ്ഞ പഞ്ചകോശങ്ങളെ കൊണ്ട്, പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമായ ഈ ശരീരം ആയ ഈ ലോകത്തെ ജീവനെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു പുറന്തോട് മാത്രമാണ്. അപ്പൊ നമുക്ക് ദേഹാഭിമാനം കൊണ്ടുണ്ടായ മോഹം ഈ ലോകത്തിനെ ദഹിപ്പിക്കുന്നതിന്, അതായത് ഈ ലോകം നമുക്ക് തരുന്ന വിവിധങ്ങളായ ഇങ്ങനെ വെച്ച് നീട്ടുന്ന കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദേഹം കൊണ്ട് നമ്മൾ പണിയേണ്ടത്. അപ്പൊ ദേഹത്തിനെ നമ്മൾ അഴിച്ചിങ്ങനെ വിടുകയാണെന്ന് വെച്ചോളൂ, നമ്മൾ പലതിലും ചെന്ന് കുടുങ്ങും. അതൊന്നും നമുക്ക് വേണ്ടതായിരിക്കില്ല. അപ്പം ദേഹാഭിമാന നിമിത്തമുണ്ടായ മോഹേന ലോകം മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമെന്ന് അറിയുക നീ ഇത് നീ അറിയേണ്ടതല്ല, നീ മനസ്സിലാക്കി വെച്ചിരിക്കണത് ലക്ഷ്മണ. ഇത് ജ്ഞാനമല്ലാന്ന് നീ അറിയണം. ദോഷങ്ങളൊക്കെ ദേഹാഭിമാനം കൊണ്ടാണ് ദോഷങ്ങൾ വരുന്നത്. അപ്പൊ ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് അവിടെ രണ്ട് കാര്യം പറയുന്നുണ്ട്. മോഹമാതാവാണ് അവിദ്യ. നമുക്ക് മോഹം തരുന്നത്, മോഹത്തിന്റെ മാതാവാണ് അവിദ്യ. വിദ്യയില്ല, അറിവില്ലാതുകൊണ്ടാണ് മോഹം വരുന്നത്. അപ്പൊ അറിവ് എന്താ പറയാ, വിദ്യ ഏതാണ്? ഈ സംസാരം നശിക്കുന്നതാണ് എന്നറിയുന്നതാണ് സംസാര നാശിനി. അതാണ് വിദ്യ. അപ്പൊ അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഏകാന്ത ചേതസ ആത്മവിദ്യ അഭ്യസിക്കൂ. അതാണ് വിദ്യാഭ്യാസം. മോക്ഷാർത്ഥിയാകിൽ നമുക്കൊരു വിദ്യാഭ്യാസം വേണം. എന്താ വിദ്യാഭ്യാസം? ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും മോക്ഷാർത്ഥിയാവാനാണ്. മോക്ഷമർത്ഥിക്കാനുള്ള ഒരു വിദ്യാർത്ഥിയാണ് നമ്മള്. ആത്മജ്ഞാനം നേടാൻ, ആത്മാവിന്റെ ശക്തി, ബലം അറിയാനുള്ള ഒരാളാണ് ഞാൻ. അറിയാനുള്ള ഒരു വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്. കാമക്രോധ ലോഭ മോഹങ്ങളൊക്കെ നമ്മളുടെ ശത്രുക്കളാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്നും നീ ചിന്തിക്കാനേ പാടില്ല എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. മുക്തിക്ക് വിഘ്നം വരുത്തുവാന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള സാധനം ക്രോധാണ്. ഇന്നത്തെ കാലത്തും അതെ, പലരും പല കാര്യങ്ങളും ചെയ്യണത് ക്രോധം വന്നിട്ടാണ്. ദേഷ്യം വരിക. ആ ദേഷ്യത്തിനെ ഭഗവാൻ കുറേ കാര്യം പറയുന്നുണ്ട്. ക്രോധം മൂലം മനസ്താപം ഉണ്ടാവും, സംസാര ബന്ധനം വരും, ധർമ്മം ക്ഷയിക്കും, ബന്ധുജനങ്ങൾ നമ്മളെ വിട്ടുപോകും, മരണം സംഭവിക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു ക്രോധം കാരണമാണ്. ലക്ഷ്മണ, ആ ക്രോധം വേണ്ട. ഇപ്പൊ ലക്ഷ്മണൻ നല്ല കോളറിലാ നിൽക്കുന്നത് അല്ലെ, ദേഷ്യം വന്നിട്ട്. ആ ക്രോധത്തെ അടക്കാൻ വേണ്ടി പറയാണ്. എന്നിട്ട് പറയുന്ന സന്തോഷത്തിനെ എന്തുമായിട്ടാ പറഞ്ഞിരിക്കണത്? നന്ദനവനമായിട്ടാണ് സന്തോഷത്തിനെ പറഞ്ഞിരിക്കണത്. എന്താ നന്ദനവനം? നന്ദനവനത്തില്
കാമസുരഭികൾ, കാമസുരഭി എന്ന് പറഞ്ഞാല് അത്ര അധികം സൗരഭ്യമുള്ള കാമസുരഭികൾ, ശാന്തി എന്ന കാമസുരഭി. അപ്പൊ നമ്മുടെ മനസ്സിൽ ശാന്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മളുടെ മനസ്സ് ശാന്തമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ജീവിതം ഒരു നന്ദനവനം പോലെ വളരെ ഭംഗിയുള്ളതാവും. അപ്പൊ അങ്ങനെയാണെങ്കിലോ, നമുക്ക് ശാന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. എന്തുകൊണ്ടാ ശാന്തി ഉണ്ടാകുമ്പോ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണത്? നമ്മൾക്ക് എന്താ പറയാ, ചിന്തിക്കാനുള്ള ആ ഒരു ബുദ്ധി ഉണ്ടാവും. അപ്പൊ ദേഹേന്ദ്രിയ ബുദ്ധികൾക്കെല്ലാം അങ്ങനെ കുറച്ച് വേഗം പോണുണ്ട്. നിർവികൽപ്പം, നിരാകാരം, കുറച്ച് ഞാൻ വേഗം പോവാണ്. അങ്ങനെ ഭഗവാൻ ഓരോരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. സർവൈക സാക്ഷിണം, സർവജ്ഞം ഈശ്വരം. എല്ലാ സ്ഥലത്തും ഈശ്വരനാ ഉള്ളത്, എല്ലാറ്റിലും ഭഗവാനാ ഉള്ളത്. നമ്മളുടെ പ്രാരബ്ധ കർമ്മങ്ങൾ നമ്മൾ അനുഭവിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? പ്രാരബ്ധ കർമ്മം അനുഭവിക്കുന്ന സമയത്ത് കർത്തവ്യമൊക്കെ നമ്മള് സംഘമില്ലാണ്ട് ചെയ്യണം. മുന്നേ പറഞ്ഞു, അത് ഒട്ടലില്ലാണ്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് കർമ്മഫലത്തിലൊന്നും ഞാൻ ഇന്നത് ചെയ്തുകൊണ്ട് ഇന്നത് കിട്ടും, അങ്ങനത്തെ കർമ്മഫലം ഒന്നും നമ്മള് ആശിക്കില്ല. അപ്പൊ നിർമ്മലമായുള്ള നമ്മുടെ ആത്മാവിന് കർമ്മങ്ങളൊന്നും പറ്റില്ല. അപ്പൊ ആത്മാവിന് കർമ്മങ്ങളൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിന് ഒട്ടലില്ല. അപ്പൊ അതുകൊണ്ട് എന്താ? ആത്മബലം അറിഞ്ഞവൻ അതേപോലെ പ്രവർത്തിക്കും. അപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ നീ ധരിച്ചു വെച്ചിട്ട് ജ്ഞാനസ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കൂ ലക്ഷ്മണ. എന്നിട്ട് മാനത്തെ, അഭിമാനമൊക്കെ ത്യജിച്ച് പരമാനന്ദം ഉൾക്കൊണ്ടിട്ട് മായാവിമോഹങ്ങളൊക്കെ മാറ്റിവെച്ച് മനസ്സിൽ ഒരു കളങ്കവും ഇല്ലാണ്ട് ഭഗവത് ചിന്തകളോടെ നീ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ലക്ഷ്മണ. അതാണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത സമയത്ത്, സൗമിത്രി നോട് ഭഗവാൻ പറഞ്ഞ സമയത്ത് ലക്ഷ്മണന് കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അത് കഴിഞ്ഞിട്ട് അമ്മയോട്, ശ്രീരാമേന്ദ്രസ്വാമി അമ്മയോട് സംസാരിക്കുന്നുണ്ട്. അമ്മ വിഷമിക്കാൻ പാടില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അമ്മ വിഷമിക്കുന്നത് പുത്രന് ഇഷ്ടമല്ല. അപ്പൊ നമുക്കിതൊക്കെ കാണിച്ചു തരാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണോ ഓരോരുത്തരോടും പെരുമാറേണ്ടത്, അമ്മ മകനോട് പെരുമാറുന്നതും മകൻ അമ്മയോട് സംസാരിക്കുന്നതും ഒക്കെ ഒരു അനുജനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതൊക്കെ നമുക്ക് വേണ്ട പാഠങ്ങൾ തന്നെയാണ് ഈ രാമായണം വഴി നമുക്ക് കിട്ടുന്നത്. അപ്പൊ അമ്മയോട് പറയാണ്, അമ്മ വിഷമിക്കാൻ പാടില്ല. 14 സംവത്സരം എന്ന് പറഞ്ഞാൽ വേഗം പോവും. അമ്മയ്ക്കറിയാം ഈ എന്താ പറയാ, ലോകത്തിലുള്ള എല്ലാത്തിലും കുടികൊള്ളുന്ന ആ ഭഗവാൻ എന്റെ കൂടെയും ഉണ്ടെന്ന് അമ്മയ്ക്കറിയാം. അമ്മ അതുകൊണ്ട് ഒട്ടും ദുഃഖിക്കാൻ പാടില്ല. അച്ഛന്റെ ഒരു ഇച്ഛയാണിത്. ആ ഇച്ഛ എനിക്ക് നിറവേറ്റി കൊടുത്തേ മതിയാവുള്ളൂ. അപ്പൊ അമ്മയും പാതിവൃത്യനിഷ്ഠ അനുഭവിക്കുമ്പോൾ അമ്മയും അതിന് സമ്മതം ചെയ്ത് അനുഗ്രഹിക്കാനേ പാടുള്ളൂ. അല്ലാണ്ട് അമ്മ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. ഈ ഒരു കാനനവാസം എനിക്ക് സുഖമായി വരും. എങ്ങനെയാണെങ്കിൽ തവ മാനസേ ഖേദം കുറയ്ക്കും. അമ്മയുടെ മനസ്സിൽ വിഷമില്ലാന്നുണ്ടെങ്കിൽ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അമ്മയോടുള്ള ഒരു സ്നേഹം. അപ്പൊ തവ മാനസേ ഖേദം കുറച്ചു വാണിയിടുക. അമ്മ ഇവിടെ വിഷമിക്കാതിരിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ കാനനവാസം വളരെ നന്നായി വരും എന്ന് പറഞ്ഞിട്ടാണ് നമസ്കരിക്കുന്നത്. അപ്പം എന്താ പറയാ, കൗസല്യാദേവി ആശീർവചനങ്ങളൊക്കെ ചെയ്തിട്ട് പറയാണ്, പ്രാർത്ഥിക്കുകയാണ്. സൃഷ്ടികർത്താവെ വിരിഞ്ച പത്മാസന പുഷ്ടതയാബ്ദെ, നമ്മളോടും പറയാറുണ്ട്. എല്ലാ ദൈവങ്ങളെയും വിളിച്ചിട്ട് പറയണ എന്താണ്? എന്മകാനാശു നടക്കുന്ന നേരവും കന്മഷം തീർന്നിരുന്നിടും നേരവും തന്മതികെട്ടുറങ്ങുന്ന നേരവും. എന്ത് ചെയ്യുമ്പോഴും എല്ലാ ഭഗവാന്മാരെയും വിളിച്ച് പറയാണ്, തന്മതികെട്ടുറങ്ങുന്ന സമ്മോദമാർന്ന് രക്ഷിച്ചിടണം ഭഗവാനെ, എന്റെ കുട്ടിയെ കാത്തു രക്ഷിക്കണേ. ഇത് നമ്മൾ എല്ലാവരും ഈ കൗസല്യാദേവിയുടെ ഈ ഒരു നാമം എല്ലാ ദിവസവും ചൊല്ലിയാ നമ്മളുടെ മക്കൾക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാവുന്ന പറയാ. അപ്പൊ അങ്ങനെ രാമനെ അനുഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് സീതാദേവിയുടെ, ഞാൻ കുറച്ച് വേഗം പോവാണ്, സമയം 8 മണിക്ക് എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട്. എന്നിട്ട് സീതാദേവിയുടെ അടുത്ത് പോവാണ്. അപ്പൊ സീതാദേവിയും പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാ എന്താണ് ശ്രീരാമേന്ദ്രസ്വാമി ആരുടെ അകമ്പടി ഇല്ലാണ്ട ഒറ്റയ്ക്ക് ഇങ്ങനെ വരുന്നത്?
എനിക്ക് അതിശയായി തോന്നുന്നു, എന്താണെന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ പറയാണ്, ഞാനിങ്ങനെ വനത്തിലേക്ക് പോവാണ് അച്ഛന്റെ ദണ്ഡകാരണ്യത്തില്. നീ എന്ത് ചെയ്യണം, അമ്മേനെ നോക്കിയിട്ട് ഇവിടെ സൗകര്യപൂർവ്വം ഇരിക്കണം, വിഷമിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭാര്യയെ സമാധാനിപ്പിക്കുന്ന സമയത്ത് സീതാദേവിയും പറയുന്നുണ്ട്, അങ്ങനെയല്ല, എന്റെ എന്താ പറയാ ഭാര്യാധർമ്മമാണ് അങ്ങയുടെ പാദസേവ ചെയ്യാന്നുള്ളത്. അപ്പൊ ആ ധർമ്മം ചെയ്യാൻ എന്നെ അനുവദിക്കണം. പിന്നെ അത് മാത്രല്ല, പണ്ടൊരിക്കല് എന്താ പറയാ എന്റെ രാജ്യത്ത് എന്ന് എനിക്ക് ഒരു അരുൾ ഇതുണ്ടായിട്ടുണ്ട്. ഞാൻ ഭർത്താവിന്റെ കൂടെ കാനനവാസം ചെയ്യും എന്നുള്ള ഒരു ഇതും കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പം അവസാനം അവര് തമ്മിലുള്ള സംസാരത്തില് സീതാദേവിനെ കൂടെ വരാൻ രാമേന്ദ്രസ്വാമി സമ്മതിക്കുകയാണ്. അങ്ങനെ കുറെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ കാട്ടില് പുലിയുണ്ട്, വന്യമൃഗങ്ങളുണ്ട്, നടക്കാൻ നല്ല സുഖല്യ, പിന്നെ ഭക്ഷണപാനാദികളൊക്കെ വളരെ മോശമായിരിക്കും. അങ്ങനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി കുറേ പറയുന്നുണ്ട്. പക്ഷെ ആ പറഞ്ഞതൊന്നും സീതാദേവി കേൾക്കാത്തത് കാരണം ഒരു എന്താ പറയാ നിവൃത്തിയും ഇല്ലാതെയാണ് എന്താ പറയാ സീതാദേവിനെ കൂടെ കൂട്ടുന്നത്. അങ്ങനെ അവര് 3 പേരും കൂടി ഇവിടെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. എന്താ പറയാ എങ്കിലോ വല്ലഭേ പോരിക വേഗാതെ ആ ഭാഗത്തൊക്കെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എത്രയായാലും സമ്മതിക്കില്ല. മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ട് ആദരാ തൊഴുതു സൗമിത്രിയും. അപ്പൊ അവിടെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ വെച്ചാല് സുമിത്രാദേവി പുത്രനെ അമ്മു സോറി ട്ടോ, വളരെ ലോ ബാറ്റാന്ന് കാണിക്കുന്നു. സുമിത്രാദേവി മകനോട് പറയുന്നുണ്ട്, ലക്ഷ്മണനെ ഉപദേശിക്കുന്ന ഒരു ഉപദേശം അതിൻ്റെ ഉള്ളിലുണ്ട്. അതായത് ദശരഥനാണ് എന്ന് വിചാരിക്കണം, അഗ്രജനെ പിരിയാതെ, ഏട്ടനെ പിരിയാതെ എപ്പോഴും കൂടെ നിൽക്കണം. അത് ശ്രീരാമേന്ദ്രസ്വാമിനെ കാണുമ്പോ ദശരഥനാണ് എന്ന് കരുതണം, ജാനകി ദേവിയെ എന്നെ പോലെ കരുതണം, കാനനം അയോധ്യയാണെന്ന് ഓർക്കണം. അങ്ങനെ മനസ്സുകൊണ്ട് ഇവിടെ നിന്നാൽ നീ എങ്ങനെ നിന്റെ ഏട്ടനെയും ഏട്ടത്തിയമ്മേനെയും സഹായിക്കുന്നു, അതേപോലെ അവരുടെ എല്ലാ ശുശ്രൂഷകളും ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഉപദേശം സുമിത്രയും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അവര് പോവാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് എല്ലാവരും ദശരഥ മഹാരാജാവിന് ഇത് എന്തു പറ്റി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് വാമദേവൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ജ്ഞാനിയായ ഒരു മഹർഷി, ആ മഹർഷിയാണ് ശ്രീരാമ തത്വം പറഞ്ഞു കൊടുക്കുന്നത്. രാമനെ കുറിച്ച് ആരും ദുഃഖിക്കേണ്ട, രാമൻ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്, അതേപോലെ ആദിനാരായണനാണ്, ലക്ഷ്മണൻ അനന്തനാണ്, സീതാദേവി ലോകമായ മായാദേവിയാണ്. ഇവര് എന്താ പറയാ രാജസമായ ഗുണത്തോട് കൂടിയിട്ടാണ് ഹരിയോം അക്ക, ഇനിയും അവസരം തരാം. ഇനി നമുക്ക് വിശദമായിട്ട് ഓരോ കഥാപാത്രത്തെയും പഠിക്കാൻ ഒരു അവസരമുണ്ട്. ഹരിയോം അക്ക. കുഴപ്പമില്ല, പറഞ്ഞോളൂ, പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ, കുഴപ്പമില്ല. അപ്പം അതായത് വിഷ്ണുവാണ്, മഹേശ്വരനാണ്, ബ്രഹ്മാവാണ്. അതേപോലെ ഓരോ വൈവസ്വത മനുവിന് എന്താ പറയാ വൈവസ്വത മനു, അതായത് ശരിക്കും പറഞ്ഞാൽ കൃഷ്ണ സത്യവ്രതന്റെ അടുത്ത ജന്മാണ് വൈവസ്വത മനു. അപ്പൊ സത്യവ്രതനാണ് ശരിക്ക് മത്സ്യാവതാരം, മത്സ്യത്തിനെ കയ്യിൽ കൊണ്ടു കൊടുത്തു, അതിനെ പാത്രത്തിലിട്ടു, വലുതായി. അപ്പൊ ആ സത്യവ്രതന്റെ അടുത്ത ജന്മമായ വൈവസ്വത മനുവിനെ പ്രസാദിപ്പിച്ച ഭഗവാനാണല്ലോ. വേദങ്ങളെല്ലാം ഏറ്റെടുത്ത് കൊടുത്തില്ലേ. അതേപോലെ തന്നെ പറയുന്നുണ്ട്, ഹയഗ്രീവനെ കൊന്നിട്ട് വേദങ്ങൾ എടുത്തു കൊടുത്തില്ലേ. പിന്നെ മന്ദരപർവ്വതം പാതാള ലോകത്തിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോ രണ്ടാമത് കൂർമ്മമായി വന്നില്ലേ, ഹിരണ്യാക്ഷനെ കൊന്നില്ലേ, ഹിരണ്യാക്ഷനെ കൊന്നിട്ട് തേറ്റമേല് ക്ഷോണിയെ പൊന്തിച്ചു, എന്നിട്ട് അത് ഇന്ദ്രന്റെ അടുത്ത് എത്തിച്ചു. പിന്നെ
നരസിംഹരൂപമായിട്ട് വന്നിട്ട് പ്രഹ്ലാദനെ പരിപാലിച്ചു. പിന്നെന്താണ് അക്ഷപ്രദേ പുത്രലാഭാർത്ഥി പൂണ്ടിട്ട് ആര് അതിഥി ദേവി ഇന്ദ്രന്റെ അനുജനായിട്ടും ഒരു റോളുണ്ട് ശ്രീകൃഷ്ണ മഹാവിഷ്ണുവിന് എന്ന് പറയാം. അതിഥി ദേവിയുടെ മകനായിട്ട് ജനിച്ചു. അപ്പൊ അതായത് ഇന്ദ്രന്റെ യങ്ങർ ബ്രദറാണ്. അപ്പൊ അങ്ങനെ വാമനമൂർത്തി. അപ്പൊ വാമനമൂർത്തിയായിട്ട് വന്നു. മഹാബലിനെ കൊണ്ട് മഹാബലിയുടെ അടുത്തുനിന്ന് സ്വർഗലോകം വീണ്ടെടുത്തിട്ട് ഇന്ദ്രന് കൊടുത്തു. അങ്ങനെ മരുത്വാന് പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഭാർഗവനായി പിറന്നതും രാഘവനാണ്. രാത്രിഞ്ചരകുലന്മാരെ നശിപ്പിച്ചിട്ട് എന്താ പറയാ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദശരഥപുത്രനായി പിറന്നതും അവിടുന്നാണ്. അപ്പൊ ആദ്യൻ, അജൻ, പരമാത്മാ, പരാപരൻ എല്ലാം ഭഗവാനാണ്. ഈ വാമദേവൻ ഈ ആൾക്കാർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ രാവണ നിഗ്രഹാർത്ഥം വനത്തിന് പോവാണ്. അപ്പൊ ഒരു കാരണമുണ്ട് പോവാൻ വേണ്ടിയിട്ട്. രാവണനെ കൊല്ലുക എന്നുള്ളൊരു കാരണം, അത് ചെയ്തേ മതിയാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട മന്ദരയല്ല, കൈകേയിയല്ല, രാജാവല്ല, ഇവരാരുമല്ല രാമൻ വനത്തിന് പോവാനുള്ള കാരണം. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ അവതാരം എടുത്തത് കുറച്ച് കാര്യങ്ങൾക്കാണ്. ദശരഥ മഹാരാജാവിന് കുട്ടി ഉണ്ടാക്കിയേ മതിയാവുള്ളൂ. ആ ഒരു യാഗം നടന്ന സമയത്ത് ഇങ്ങനെ പങ്ക്തിരഥ അഭീഷ്ട സിദ്ധാർത്ഥമായി വന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യവും പറയുന്നുണ്ട്, പങ്ക്തി കണ്ഠൻ തന്നെ കൊന്നിട്ട് ജഗത്രയം. പങ്ക്തി കണ്ഠൻ എന്ന് പറഞ്ഞാൽ രാവണൻ. അപ്പൊ രാവണൻ അറിയാനുണ്ടോ ഇത് ശ്രീരാമേന്ദ്ര സ്വാമിയാണ് എന്ന്? പക്ഷെ രാവണനെ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. എന്ത് ഈ ശ്രീരാമേന്ദ്ര സ്വാമിയുടെ അങ്ങനെ മണ്ടോദരം എടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് പോണത്. രാവണന് ഭഗവാന്റെ കൈ കൊണ്ട് മരണം സംഭവിക്കണമെന്ന് രാവണനും ആഗ്രഹമുണ്ട്. അപ്പം ഇത്രയൊക്കെ കാര്യം. അതുകൊണ്ട് നിങ്ങൾ ബാലിശന്മാരായി ചിന്തിക്കരുത്. ഇത് സാക്ഷാൽ ശ്രീരാമ തത്വം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് സാക്ഷാൽ മഹാവിഷ്ണു അവതരിച്ചതാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങള് വാമദേവൻ ഇത്രയൊക്കെ പറഞ്ഞ സമയത്ത് പൗരജനങ്ങൾക്കൊക്കെ ഭയങ്കര സമാധാനാവും. എന്നിട്ട് ഈ രാമസീതാ രഹസ്യം എല്ലാവരും സന്തോഷപൂർവ്വം കേൾക്കും. അങ്ങനെ എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, രാമദേവനെ കുറിച്ച് നിങ്ങൾക്ക് ഭക്തി ഉണ്ടാവണം. അങ്ങനെ ഭക്തി ഉണ്ടായാൽ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ മായകളും നശിക്കും, നിങ്ങൾക്ക് എല്ലാ കാര്യവും സിദ്ധിക്കും. വേറൊരു കാര്യം ഇവിടെ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. ഗോപനീയം രഹസ്യം പരമം ഈ ദൃശ്യം. ഇതൊരു രഹസ്യമാണ്. എന്താ രഹസ്യം? ഈ സാക്ഷാൽ രഘുവരനാണ് ഇത് എന്ന് മനസ്സിലാക്കുന്ന ആ രഹസ്യം. അതെന്താണ്? പാപവിനാശം. പാപമില്ലാത്തവർക്ക് ഇനിയും എന്താ പറയാ കാര്യം ഈ രഹസ്യം മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ആലോചിച്ച് നോക്കും, നമ്മളൊക്കെ എത്ര പുണ്യം ചെയ്ത ആൾക്കാരാണ്. അത്രയും മഹനീയമായ ഗോപനീയമായ ഈ രഹസ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കുകയാണ്. രാമപ്രിയന്മാര് ഭഗവാന്മാരെന്ന് ഓർത്ത് ഞാൻ രാമതത്വം നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാണ്. ശ്രീരാമ തത്വമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കാരണം നിങ്ങളെല്ലാം രാമപ്രിയന്മാരായ ആൾക്കാരാണ്, ഭഗവാന്റെ ആൾക്കാരാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അപ്പം താപവും തീർന്നിതു ജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോദാൽ എഴുന്നള്ളി. അങ്ങനെ പൗരജനങ്ങളെല്ലാം വളരെയധികം സന്തോഷത്തോടെ കൃതാർത്ഥതയോടെ വാമദേവന്റെ വാക്കുകൾ കേട്ട് ആശ്വസിച്ചു. ആ ഒരു നിന്തിരുവടിയുടെ കാൽക്കല് നമുക്കും നമസ്കരിക്കാം. ഭഗവാനെ, നമുക്ക് ഓരോരുത്തർക്കും നല്ലത് വരുത്തി തരണേ, നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും മേന്മേൽ അനുഗ്രഹം ഉണ്ടാവാനും ഭഗവാൻ കാക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ ക്ഷമിക്കണം. വലിയൊരു ഭാഗമായിരുന്നു, ഓടിപ്പോയിന്നേ ഉള്ളൂ. എനിക്കിതിനൊരു അവസരം തന്ന ഗിരിജാക്കയ്ക്കും സമിതിക്കും എല്ലാവർക്കും നന്ദി. ഹരിയോം. ഹരിയോമക്ക. ഇന്നിവിടെ പാരായണം ചെയ്ത പ്രമീളക്ക, രുക്മിണിയക്ക, ഓമനിയക്ക, വനജയക്ക, സത്യജിത്ത് അണ്ണൻ, അതുപോലെ വളരെ ഭംഗിയായി വിശദീകരണം നൽകിയ ഗംഗ അക്ക, ബാക്കപ്പിൽ നിന്ന രമ അക്ക,
പ്രീജിതാക്ക, ഇവർക്കെല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും സമിതിയുടെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. എല്ലാത്തിനും ഉപരി ഈ ഒരു സംരംഭത്തെ വളരെ ഭംഗിയായി മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗിരിജ അക്ക, സിന്ധു അക്ക, സുനേന അക്ക, ഇവർക്കെല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും സമിതിയുടെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ യോഗബന്ധുക്കൾക്കും എൻ്റെ പേരിലും സമിതിയുടെ പേരിലും നന്ദി പറയുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ഗിരിജാക്കയോടും സിന്ധു അക്കയോടും സമിതിയോടും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തായി ലോക കല്യാണ മന്ത്രം ചൊല്ലാം. നമസ്കാരസ്ഥിതി നേരെ ഇരിക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.